മഹി ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്ന മോളെ. മയക്കം തെളിഞ്ഞ് നീ കണ്ണു തുറന്നിട്ടേ പോവുള്ളൂന്ന് വാശി പിടിച്ചതാ. 2-3 ദിവസങ്ങളായി ഊണും ഉറക്കവും ഇല്ലാതെ ഇവിടെ തന്നെ നിന്നതല്ലേ. അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചു പറഞ്ഞു വിട്ടതാ. ആ തീരുമാനത്തിന്റെ അനന്തരഫലമാണല്ലോ ഇപ്പൊ എന്റെ മോൾ ഇവിടെ ഇങ്ങനെ നിന്നു പോണ്ടി വന്നതും അവളുടെ സ്ഥാനത്ത് വേറൊരുത്തി കയറി വന്നതും. ഇനി ഇളയവനും അതേ രീതിയിൽ പിഴച്ചു പോകുന്നു ആർക്കറിയാം. അന്ന് മൂത്ത മകൻ എന്നെ ചതിച്ചു. അവനെ ഒരുത്തി പലവീശി പിടിച്ചു. പക്ഷേ മഹിക്ക് അതിനുള്ള അവസരം കിട്ടില്ല. എന്റെ മഹി എന്റെ കൈവിട്ടു പോകാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇത് ഈ രമാദേവിയുടെ തീരുമാനമാണ്, ഉറച്ച തീരുമാനം. എന്റെ മരുമകൾ നീയാ. അത് ഇന്നും മഹി തിരിച്ചറിയും. പിന്നെ അവന്റെ ഭാഗത്ത് നിന്ന് ഒരു ചാഞ്ചാട്ടവും ഉണ്ടാവില്ല. പിന്നെ ഞാൻ വരച്ച വരയിലല്ല, നീ വരച്ച വരയിൽ അവൻ ജീവിക്കും. അപ്പോ അളിയൻ നിൽക്കുന്നത് പോലെ മഹി ദക്ഷമോളുടെ മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞോള് പറയുന്നത്. അല്ല കുഞ്ഞോളെ, ഞാൻ പറഞ്ഞു വന്നപ്പോ ഒരു ഉദാഹരണത്തിന്. ഒന്ന് ചുമ്മാതിരിക്കേ. ഒന്നാമത് ഇളയ മോനും കൂടെ കൈവിട്ടു പോകുന്നു പേടിച്ചിരിക്കേ രമേച്ചി. അതിനിടയിൽ ഒരു ഉദാഹരണം മിണ്ടാക്കി. മോളെ ചിന്നു, ആളെവിടെ? മഹിയെയാണോ തിരക്കുന്നേ? മഹി ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്ന മോളെ. മയക്കം തെളിഞ്ഞ് നീ കണ്ണു തുറന്നിട്ടേ പോവുള്ളൂന്ന് വാശി പിടിച്ചതാ. 2-3 ദിവസങ്ങളായി ഊണും ഉറക്കവും ഇല്ലാതെ ഇവിടെ തന്നെ നിന്നതല്ലേ. അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചു പറഞ്ഞു വിട്ടതാ. മഹി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നീ ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ല. ആർക്കും ഇല്ലാത്ത ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു നിന്റേത്. 1 മണിക്കൂറിനുള്ളിൽ അതിവിടെ എത്തിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ നിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞങ്ങൾ കരുതി. പക്ഷെ പ്രതീക്ഷ കൈവിടാതെ മഹി ഏറെ പണിപ്പെട്ട് കൃത്യസമയത്ത് നിനക്ക് ആവശ്യമുള്ള രക്തം ഇവിടെ എത്തിച്ചു. മഹി സാറിനെ എനിക്കൊന്ന് കാണണം. ഞാൻ എന്തായാലും ഇപ്പം വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഞാൻ പോയി മഹിയോട് വരാൻ പറയാം. ആ, നീ മയക്കം വിട്ടുണർന്ന കാര്യം മഹിയെ അറിയിക്കട്ടെ. വിവരം അറിഞ്ഞ മഹി ആ നിമിഷം ഇവിടേക്ക് വരുന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട്. അവിടെ എന്റെ മുറിയിലൊരു ഡയറി ഇരിപ്പുണ്ട്, അതൊന്ന് എടുത്തോണ്ട് വരാവോ? ഞാൻ പോകുമ്പോ ഡയറി എടുത്തോണ്ട് വരാം. ഞാൻ മഹിയെ ഒന്ന് വിളിക്കട്ടെ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. മാഷിനോടുള്ള കടപ്പാട് ഈ ജീവിതകാലം മുഴുവൻ എനിക്ക് വീട്ടാനും പറ്റില്ല. എനിക്കറിയാം എന്നെ ഇഷ്ടമാണെന്ന്. അതിനേക്കാൾ 1000 ഇരട്ടി ഇഷ്ടമാണ് എനിക്കെൻ്റെ മാഷിന്.
ചിന്നു, ഐ ലവ് യു ചിന്നു. അമ്മേ, ചിന്നു അപകടത്തിന് തരണം ചെയ്തു. ഇനി പേടിക്കാനൊന്നുമില്ലെന്ന ഡോക്ടർ പറഞ്ഞത്. അയ്യോ, എന്താമ്മേ, ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല, പ്രവർത്തിച്ചു. നിനക്ക് ജന്മം നൽകിയ നിന്റെ അമ്മയെ നീ ചതിച്ചു. അമ്മ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മനസ്സിലാവുന്ന ഭാഷയെ പറ അമ്മേ. നിനക്കേ ഉള്ളൂ മനസ്സിലാകാത്തത്. എനിക്കെല്ലാം മനസ്സിലായി തുടങ്ങി. ഒരൽപ്പം വൈകി എന്നും മാത്രം. പറയടാ, ആരാ അവള്? ആ ചിന്നു ഈ വീട്ടിലെ വെറും ഒരു അടുക്കളക്കാരി. അവൾക്ക് വേണ്ടി ആശുപത്രിയിൽ ഇങ്ങനെ ഉറക്ക വിളച്ച് ഒരു ഭ്രാന്തനെ പോലെ നിൽക്കേണ്ട കാര്യം നിനക്ക് എന്തായിരുന്നു? അതിനും മാത്രം എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത്?